ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊച്ചി മേത്തർ ബസാറിൽ ചില സർപ്രൈസുകളൊക്കെ നമ്മുടെ അലി അക്ബർ ഷാ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. ഞാനിവിടെ ഒരു കുടുംബമായിട്ടാണ് ഇന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കുടുംബം എന്ന് തന്നെ പറയാം. കണ്ണൂരിൽ നിന്ന് വന്ന എന്റെ എക്സ്റ്റൻഡഡ് ഫാമിലിയാണ്. അപ്പോൾ അവരാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഓണത്തിന് ചില സർപ്രൈസ് ഒക്കെ അലിയുടെ കയ്യിൽ ഉണ്ടെന്ന് കേട്ടു. എന്താണ് സർപ്രൈസ്? തേങ്ങ ഉടക്കി സ്വാമി. വെരി ഗുഡ് ഈവനിങ് സുജയ. ഞങ്ങളിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ സമീപത്ത് മേത്തർ ബസാറിൽ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. അവരൊക്കെ ആ കുടുംബത്തിന്റെ പാട്ട് കേട്ടുകൊണ്ട് അവരവരുടെ മൊബൈലിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മേത്തർ ബസാറിൽ എല്ലാ കാലത്തും നമ്മൾ ഈ ബ്രോഡ്വേയിലൊക്കെ നിരവധി സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുമെന്ന് പറയുമ്പോൾ മേത്തർ ബസാറിൽ ഓരോ ആഘോഷത്തിനും ഓരോ പ്രത്യേക സംഗതികൾ അവർ കാത്തുവെക്കാറുണ്ട്. ഇപ്പോഴത്തെ ഇവിടെ മാർക്കറ്റൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, അതിഗംഭീരമാണ്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മടി അത് മാർക്കറ്റാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കാണാം, ഇൻസ്റ്റന്റ് പൂക്കളങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്നത്. പൂ മേടിക്കണ്ട, കളം വരയ്ക്കണ്ട, പൂ നുള്ളണ്ട, മേടിക്കുക, കൊണ്ടുപോയി അങ്ങ് വിരിക്കുക. അപ്പം നമ്മളുടെ മടി ഇതാ മാർക്കറ്റായി മാറിയിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റംസ് ഒക്കെ വന്നിരിക്കുന്നത് നല്ല ഒന്നാം തരം ഞാലിപ്പൂവിൻ്റെ കൊലയുണ്ട്. ഇതൊക്കെ നട്ട് വളർത്തി കൊല പറിക്കുന്നതിലും ഭേദം ഈ പ്ലാസ്റ്റിക് തന്നെയാണെന്നാണ് എന്തായാലും കണ്ടുപിടുത്തം. ചേട്ടാ, ഞാലിപ്പൂവിൻ്റെ കൊലയും പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട്, പൂക്കളവും പ്ലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വന്നേക്കുക. അപ്പോൾ നമ്മുടെ മടിയാണോ മാർക്കറ്റായി മാറിയിരിക്കുന്നത്? മടിയുടെ അല്ല, ഫ്ലാറ്റുകാരുണ്ടല്ലോ ഇഷ്ടമാതിരി, അവർക്ക് വേണ്ടേ. നാടൻ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഈ പൂക്കളൊക്കെ മേടിച്ചിടാനുള്ള ബുദ്ധിമുട്ട് അതിങ്ങനെ അങ്ങ് തീർക്കാം. അതെങ്ങനെ തീർക്കാം. അവർക്ക് ഓണം ആഘോഷിക്കാം, പൂക്കളം ഇടാം. അല്ല, അവരുടെ സ്ഥലപരിമിതികൾ കുറവല്ലേ, അതിനോട് ഉള്ളത് തന്നെയാണ് ഇതൊക്കെ തന്നെ. എങ്ങനെയുണ്ട് ഈ സംഗതിക്കൊക്കെ മാർക്കറ്റ്? എങ്ങനെയുണ്ട് ആളുകളൊക്കെ? അടിപൊളിയാണ്. രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേക്കണം. എങ്ങനെയുണ്ട് ചേട്ടാ ഇത്തവണത്തെ തിരക്ക്? എങ്ങനെയുണ്ട് ഓണത്തിന്? ചെറിയൊരു മഴ വന്നു പോയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? മഴ വന്നു വെച്ചിട്ട് ഞങ്ങൾക്ക് വഴികാലത്തുനിന്നല്ലേ ആൾക്കാർ വരാറ്. അവർ വഴിക്ക് നിൽക്കില്ലല്ലോ, അതാകെ തുറത്തണവരല്ലോ. പക്ഷെ ആൾക്കാർ വരവ് വളരെ പിന്നിലാണ്. സാമ്പത്തികം വലിയ പ്രശ്നമാണ്. യെസ്, ചേട്ടൻ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. ഇവിടെ അപ്പോൾ ഇൻസ്റ്റന്റ് പൂക്കളങ്ങളും ഇൻസ്റ്റന്റ് വാഴക്കൊലൊക്കെ ഇവിടെ ഉണ്ട്. വേറൊരു കാഴ്ച കാണിച്ചു തരാനുള്ളത് ഇവിടെ പുറത്താണ് സുജിയ. നമ്മൾ ഈ ഓണക്കളികളൊക്കെ നടത്തുമ്പോഴേ നമ്മൾ ഈ സാധാരണഗതിയിൽ ആളുകളുടെ ഫോട്ടോ പ്രിന്റ് എടുത്തും ഒക്കെ നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടു തൊടാനൊക്കെ നിൽക്കാറുണ്ട്. ഇനിയിപ്പോൾ സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേറെ ആരെയും അന്വേഷിച്ചു പോകണ്ട, സുന്ദരിമാരും ഇവിടെ മാർക്കറ്റിൽ സജ്ജമാണെന്നുള്ളതാണ്. ചേട്ടാ, ദേ ആദ്യത്തെ സുന്ദരി ഇതാ ഹണി റോസ് ആണ്. ഹണി റോസ് മാത്രമുള്ള വേറെ വല്ല സുന്ദരിമാരും ഉണ്ടോ? അത് ചെലവില്ല. ഇപ്പോ ഹണി റോസിനെ ചെലവുള്ളൂ. എത്ര പൈസ പറഞ്ഞാലും അത് മേടിച്ചു കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഇതിന് എത്രയാണ് ഈ സുന്ദരിക്ക്? എത്രയാണ് ഈ ബോർഡിന് വില? അതിന്റെ പകുതി കാശുള്ള മറ്റേതിന് അതാരും മേടിക്കുന്നില്ല. സുജ, ഈ ഓണത്തിന് എന്തായാലും പൊട്ടു തൊടാൻ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് ഹണി റോസിനെയാണെന്നാണ് ചേട്ടന്മാർ പറയുന്നത്. അപ്പോൾ ചേച്ചി, എങ്ങനെയുണ്ട്? ഓണത്തിനെല്ലാം റെഡിയായോ? ഓണക്കോടിയൊക്കെ എടുത്തോ? ഇല്ല. പൂക്കളവും പരിപാടിയും ഒക്കെ ആയിട്ടെല്ലാം റെഡിയാണ്. യെസ്. എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്രാവശ്യം ഓണം? അടിപൊളിയാണ്. ഇടയ്ക്ക് മഴയ്ക്ക് മാത്രമേ പേടിയുള്ളൂ. പൂക്കളൊക്കെ പുറത്തിട്ടേക്കണുണ്ട്. അതുകൊണ്ട് ഇത്തവണ റെഡിമെയ്ഡ് പൂക്കൾ എന്തായാലും ഉപകരിക്കും. കാരണം പെട്ടെന്ന് മഴ വന്നാലും എടുത്ത് പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് കയറ്റിയിടാം. അങ്ങനെ പിള്ളേർക്കിടെ ഇന്നലെ പൂ മേടിക്കുന്ന ഐസ് പറഞ്ഞു നമുക്ക് റെഡിമെയ്ഡ് മേടിക്കായിരിക്കും നല്ലത്. മഴ പെയ്താൽ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യത. അപ്പൊ നിങ്ങൾക്ക് വിഷമം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് ശരിയാട്ടോ അലി. ഞാൻ എന്റെ ഒരു കൂട്ടുകാരി ഇന്ന് രാവിലെ പൂക്കളം ഇട്ടു. അവള് വീട്ടിലെ പൂക്കളമൊക്കെ ഇട്ടു. പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കാറ്റ് വന്ന് ആദ്യം ഇട്ടതിന്റെ ഒരു വീഡിയോ ഒക്കെ ആള് എടുത്തു. അതിനുശേഷം ഉണ്ടല്ലോ കാറ്റ് വന്ന് ആ പൂക്കളത്തിന്റെ പകുതി അങ്ങ് പോയി. പക്ഷെ ആളൊട്ടും തളർന്നിട്ടില്ല. അവള് അടുത്ത ദിവസം ഇടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഈ മഴക്കാലവും കാറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഓണത്തിന് നമുക്ക് സങ്കടമാവും. കാരണം നമ്മൾ കുറേ സമയം എടുത്ത് ഡിസൈൻ ഒക്കെ വരച്ച് ഉണ്ടാക്കുന്നതാണല്ലോ.